ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വാരി വലിച്ച് നീട്ടിയൊന്നും കൊണ്ടുപോകുന്നില്ല. ഇന്ന് 3 കാര്യങ്ങൾ. ഒന്ന്, മോഡറേറ്റ് കൊടുത്തവർക്ക് എങ്ങനെ തിരിച്ച് മോഡറേറ്റ് എടുക്കാം. നമ്മൾ ലൈവിൽ വരുമ്പോൾ മോഡറേറ്റ് കൊടുക്കും. സ്റ്റാൻഡേർഡ് മോഡറേഷനാണ് എല്ലാവരും കൊടുക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ നമുക്കത് തിരിച്ച് വേണ്ടാന്ന് വയ്ക്കണമെങ്കിൽ എങ്ങനെ മോഡറേറ്റ് തിരിച്ചെടുക്കാം ചിലർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതും, പിന്നെ നമ്മുടെ ഡയറക്റ്റ് നമുക്ക് കമൻറ്റ് വന്നിട്ട് അതിലെങ്ങനെ മോഡറേറ്റ് കൊടുക്കാം. ചിലപ്പം നമ്മൾ മോഡറേറ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ബ്ലൂ മോഡറേറ്റ് കൊടുക്കാം എന്നുള്ളത് അതും, പിന്നെ നമുക്ക് ലൈവ് ചെയ്യുന്ന പ്രത്യേകിച്ച് ലേഡീസിന് ബുദ്ധിമുട്ടാണ് നമുക്ക് ബാഡ് കമൻറ്റ് വരുന്നത്. അതെങ്ങനെ വരാതെ നോക്കാം, അതിനൊരു സിസ്റ്റം എങ്ങനെയാണ് ചെയ്തത്. യൂട്യൂബ് അതിനൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്നെ കണ്ട് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ക്രോമിൽ പോവാം. ക്രോം സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വൈറ്റ് സ്റ്റുഡിയോ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ സ്റ്റുഡിയോ youtube.com കിട്ടി നമ്മൾ. ഓക്കെ, ഇതിനകത്ത് ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള. അത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം പോകാം കേട്ടോ. സെറ്റിങ്സ് അതാ താഴെ കിടപ്പുണ്ട്. സെറ്റിങ്സിൽ പിന്നെ എല്ലാവർക്കും കണ്ടാലും അറിയാം, നല്ല കാണിച്ചിട്ട് ഇതാണ് സെറ്റിങ്സ്. ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഞാൻ തീരെ അടുത്ത് സൂം ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, ഇത്രയും അടുത്ത് കാണുന്നത്, അല്ലെങ്കിൽ തിരിച്ചെടുത്തായിട്ടാണ് കാണുന്നത്. കമ്മ്യൂണിറ്റി മോഡറേഷൻ, ജനറൽ, ചാനൽ, അപ്ലോഡ്, ഡിഫോൾട്ട്, പെർമിഷൻ, അടുത്ത് കമ്മ്യൂണിറ്റി മോഡറേഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ നമ്മളൊരിക്കലും മാനേജിങ് മോഡറേറ്റർ കൊടുക്കില്ലല്ലോ, നമ്മൾ കൊടുക്കുന്നത് സ്റ്റാൻഡേർഡ് മോഡറേറ്ററാണ്. അപ്പോൾ ഇവിടെ ആർക്കൊക്കെ നമ്മൾ ബ്ലൂ കൊടുത്തിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ മുഴുവനായിട്ട് ബ്ലൂ വേണ്ടെങ്കിൽ ഇൻറ്റു മാർക്കിൽ കൊടുക്കുക, അപ്പോൾ എല്ലാവരുടെയും ബ്ലൂ പോവും. അപ്പം നമുക്ക് ഉദാഹരണം ഇതിങ്ങനെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് തന്നെ റെഡ് ചൂസ്, ഇത് മാത്രം എനിക്ക് വേണ്ടെങ്കിൽ ഇൻറ്റു കൊടുക്കുക. കൊടുത്തിട്ട് നമുക്കത് അങ്ങനെ അടിച്ച് ബാക്കിൽ പോകരുത്, സേവ് ചെയ്യണം, അല്ലെങ്കിൽ തിരിച്ചങ്ങനെ തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ അതൊന്നും. ഇനി വേറൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോവുക. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി മോഡറേഷൻ, വേറെ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല. നമുക്ക് ഇഷ്ടംപോലെ തന്നെ ബാഡ് കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അതിൽ നിന്നും എങ്ങനെ എന്താണ് ഏത് സെറ്റിങ്സാണ് അതും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സ്റ്റാൻഡേർഡ് മോഡറേഷനിൽ വന്നതിന് ശേഷം ഇവിടെ എനിക്കിപ്പോൾ ഫുള്ള് ഞാൻ ഇട്ടേക്കുന്നത് കാണിക്കാൻ പറ്റില്ല. ഇവിടെ അപ്രൂവൽ യൂസർ എന്നുണ്ട്, അതിൽ ഹിഡൻ, ചിലപ്പോൾ നമ്മൾ തന്നെ ബ്ലൂ കൊടുത്തവർ നമ്മളെ ഹൈഡാക്കി വെക്കുന്നവർ ഉണ്ട്, ചീത്തയൊക്കെ വിളിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ അതിവിടെ നോക്കി ആരൊക്കെ ഹൈഡാക്കി നോക്കാം, വേണമെങ്കിൽ ഹൈഡ് നമുക്കപ്പോഴത്തേക്ക് റിമൂവ് ചെയ്ത് വിടണം. അതങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പം ഞാൻ ഇട്ടേക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഒരു മലയാളം, ഇംഗ്ലീഷ് എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അത് എന്താണെന്നുള്ളത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ബ്ലോക്കഡ് വേർഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മലയാളത്തിലാകുമ്പോൾ മലയാളത്തിൽ വരുന്നത് നമുക്ക് തടഞ്ഞു വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ളത് ഇംഗ്ലീഷിൽ. അപ്പോൾ എങ്ങനെ വേണം നിങ്ങൾക്ക് അവിടെ എന്ത് വേണം, ഞാനിവിടെ എഴുതി കുറേ വെച്ചിട്ടുണ്ട്, അതാണ് ഞങ്ങൾക്ക് കാണിക്കുന്നില്ല എന്താണെന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായതായിരിക്കും. എന്നിട്ട് പഴയ പോലെ തന്നെ സേവ് ചെയ്യണം, എഴുതി കൊടുത്തിട്ട് സേവ് ചെയ്യണം. അതെങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഞാൻ അവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, ബാക്ക് പോയിട്ട് ഇനി വേറൊരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ യൂട്യൂബിൽ കയറിയിട്ട് ഒരാൾക്ക് ഇങ്ങനെ കയറാതെ തന്നെ എൻ്റെ ചാനൽ വന്നു എടുത്ത ശേഷം ഇതൊന്ന് റെഡി ആയി വരുമ്പോൾ ഒരു നേരം പിടിക്കാൻ കേട്ടോ. ഷോർട്ടിൽ പോവാം. ഷോർട്സിൽ വീഡിയോ എളുപ്പത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതാ ഇപ്പോൾ എടുക്കുന്നത്, ഇതെടുക്കാം. പതിയെ വരത്തുള്ളൂ കേട്ടോ, ഇത് എല്ലാം കൂടെ ഓണാക്കിയിട്ടാണെന്ന് അറിയത്തില്ല. ഇതിൽ കമൻ്റ് എടുക്കാം. കമൻ്റ് എടുക്കുമ്പോൾ നമുക്കിവിടെ ഒരാളെ മോഡറേറ്റ് കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ആരൊക്കെ കൊടുക്കാം, ഇപ്പോൾ നമ്മുടെ ചേച്ചിക്ക് കൊടുക്കാമെന്ന് ചോദിച്ചു. സജിത ചേച്ചിക്ക് ഈ കമൻറ്റ് വെച്ചിട്ട് തന്നെ മോഡറേറ്റ് കൊടുക്കാൻ പറ്റും. അതായത് ഇങ്ങനെ അവിടെ 3 പിന്നിൽ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇവിടെ നേരെ ഒരു 3 കുത്തുണ്ടല്ലോ, അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിവിടെ കിടക്കുന്നുണ്ട് ആഡ് ആസ് മോഡറേഷൻ. നമ്മൾ ലൈവിൽ കാണത്തില്ലേ, അതുപോലെ തന്നെ മോഡറേറ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് മോഡറേഷനിൽ കൊടുത്തു കഴിയും. ഇനിയിപ്പോൾ വേണ്ടാത്തവർക്ക് ആർക്കും, ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ബ്ലൂ കൊടുത്തവരാണെങ്കിൽ കാണും, നമുക്ക്
നമ്മുടെ KG തന്നെ എടുക്കാം. KG തന്നെ തിരിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. റിമൂവ് ചെയ്യാണ്. ബ്ലൂ വേണ്ട, നമ്മൾ റിമൂവ് ചെയ്യുക. എടുത്തിട്ട് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലായി വിചാരിക്കും. ഞാൻ തിരിച്ച് KG തന്നെ കൊടുക്കുവാണ് കേട്ടോ. കൊടുത്തത് അങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ. ബൈ.